ഹലോ ഫ്രണ്ട്സ്, വണ്ടി ടൊയോട്ട കോളിസ് ആണ്. കോളിസ് 2001 മോഡൽ വണ്ടിയാണ്. ഫസ്റ്റ് ഇറങ്ങിയ മോഡൽ. ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ ഡിലേ ആയിരുന്നു മെയിൻ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാലത്തൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമ്മളിപ്പോൾ ചൂടായി കഴിഞ്ഞ് കുറച്ച് ദൂരം നിർത്തിയിട്ട് ഒരു മണിക്കൂറിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ചോളും. പക്ഷേങ്കിൽ ഒരു 2-3 മണിക്കൂറൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാകാൻ ഇത്തിരി പ്രയാസമാണ്. എന്ന് വെച്ചാൽ ലോങ് സെൽഫ് അടിച്ചിട്ടാണ് സ്റ്റാർട്ടാകുന്നത്. ആ സമയത്ത് തന്നെ നമ്മുടെ ഡീസൽ ഫിൽറ്ററിൽ ഡീസലിൻ്റെ പ്രഷറും കുറയുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ അവർ അതിന് വേണ്ടിയിട്ട് നോസിലും കാര്യങ്ങളൊക്കെ പണിതിട്ടുണ്ട്, പമ്പും പണിതിട്ടുണ്ട്. പമ്പ് പണിതിട്ടും ആ പമ്പിൻ്റെ ഫ്രണ്ടിലൊരു സീല് വരുന്നുണ്ട്, പമ്പിൻ്റെ ഡീസൽ പമ്പിൻ്റെ സീല് വരുന്നുണ്ട്. ആ സീലിൽ കൂടെ ഡീസൽ ലീക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം ഏകദേശം അറസ്റ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഈ സെയിം കണ്ടീഷനാണ് വീണ്ടും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും ഇത് പ്രഷർ ഇറങ്ങി പോകുന്ന കംപ്ലൈൻ്റ് ആണ്, ഹീറ്ററിൻ്റെ കംപ്ലൈൻ്റ് അല്ല. ഹീറ്റർ പ്ലഗിൻ്റെയോ അതുപോലെ തന്നെ ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ കൊണ്ട് ഇറങ്ങി പോകുന്നതല്ല. സംഭവം ഈ ഡീസലിൻ്റെ പ്രഷർ ഇറങ്ങി പോകുമ്പോഴാണ് ഈ കംപ്ലൈൻറ്റ് കാണിക്കുന്നത്. ഫ്യൂൽ കിറ്റും കാര്യങ്ങളൊക്കെ മാറിയപ്പോൾ ഏകദേശം 1-2 ദിവസമൊക്കെ നമ്മൾ നിർത്തിയിട്ടാലും കറക്റ്റായിട്ട് നമുക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ട്, ഒറ്റയടിക്ക് തന്നെ പിടിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ കൂടുതൽ ദിവസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ നിർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിപ്പോയിട്ട് വണ്ടി സ്റ്റാർട്ടാകാൻ നല്ല പ്രയാസമാണ് വണ്ടി. പിന്നെ അതുമാത്രമല്ല, വണ്ടിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി പക്ക നീറ്റ് വണ്ടി. ഇതുപോലൊരു വണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു നീറ്റായിട്ടാണ് ഇത് കൊണ്ടുവരിക്കുന്നത്. ഞാൻ എഞ്ചിൻ റൂം കാണിച്ചുതരാം. എഞ്ചിൻ റൂമിലെ ഓരോ നെട്ടും ബോൾട്ടും അതുപോലെ തന്നെ അതിൻ്റെ പൈപ്പുകളും ഒരു തുരുമ്പ്, ഒരു പൊടി, ഒരു കാര്യം ഇല്ലാതെയാണ് വണ്ടി സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നത്. എനിക്ക് കസ്റ്റമർ വന്നപ്പോൾ അത്രയും ക്ലീൻ ആയിരുന്നു. അത്രത്തോളം ക്ലീൻ ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളൊരു പേടിയാണ് ഇപ്പോൾ എനിക്കുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നീറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്, അത്രയും നീറ്റായിട്ടാണ് വണ്ടി ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ഒരു സെൻട്രൽ കൺസോൾ, RS-ന്റെ സെൻട്രൽ കൺസോൾ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതൊന്ന് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ഇഷ്യൂ ആണ് കസ്റ്റമർ പറഞ്ഞത്. ആ ഒരു ഇഷ്യൂ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ കുറേ ടച്ചപ്പ് ഉണ്ടായിരുന്നു, വർക്ക് ഉണ്ടായിരുന്നു. നമുക്ക് പെയിൻറ് വർക്ക് ഏകദേശം ഉണ്ടായിരുന്നു. നമ്മൾ അലോയ് വീൽ ഇതിനകത്ത് പെയിൻറ് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 ഫെൻഡർ ബോണറ്റ് പെയിൻറ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്വാർട്ടർ പാനൽ സൈഡും അതുപോലെ ഡിക്കിയുടെ പകുതി അടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്പർ പ്ലേറ്റിൻ്റെ ഗാർണിഷ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എംബളം ഒന്ന് ഒട്ടിക്കാനുണ്ട്. അതിനകത്ത് ഞാൻ അഴിച്ച് വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഗോൾഡ് കളർ നമുക്ക് കിട്ടാനില്ല, അതുകൊണ്ട് അത് പെയിൻറ് ചെയ്യുമ്പോൾ തന്നെ അഴിച്ച് ക്ലിയർ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് കറക്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ നമ്മൾ ഈ സൈഡ് ഡോറ് നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ. പിന്നെ അലോയും 4 അലോയും ഒരുപോലെ തന്നെ പെയിൻറ് ചെയ്തിട്ടുണ്ട്. അത്രയും നീറ്റായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് വണ്ടി. ബോണറ്റ് നമ്മൾ പെയിൻറ് ചെയ്ത്, പിന്നെ എല്ലാ സിൽവർ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് തൊട്ട് ബാക്ക് ചുറ്റും സിൽവർ ഭാഗം നമ്മൾ കംപ്ലീറ്റ്. വണ്ടി കണ്ടാൽ തന്നെ ആ ഒരു ലുക്കും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൗണ്ടും പക്കയായിട്ടുണ്ട്. നീറ്റ് എന്ന് പറഞ്ഞാൽ നീറ്റ്, ഒന്നും പറയാനില്ല. വണ്ടി എഞ്ചിൻ റൂം കാണിച്ചു തരാം. വേണ്ട, ഞാൻ വണ്ടി വരുമ്പോൾ ഉള്ളൊരു കണ്ടീഷനിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. വരുമ്പോൾ ഇത്രയും ഇതല്ല, ഇതിൻ്റെ അപ്പുറമായിരുന്നു നീറ്റ്. ഇനിയിപ്പോൾ കസ്റ്റമർ പോയിട്ട് ഇനിയിപ്പോൾ തുടച്ചൊക്കെ എടുക്കും തോന്നണം. അത്രയും നീറ്റായിരുന്നു. നമുക്കൊന്നും ഇതിനകത്തൊന്നും വണ്ടിക്കകത്ത് പറഞ്ഞു വെച്ചാൽ അതില്ലേ, നമ്മുടെ ഓയിലിൻ്റെ സ്റ്റിക്ക് അടക്കം അതിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടില്ല. അത്രയും നീറ്റാണ്. അതിൻ്റെ സൗണ്ടും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും വണ്ടി പക്കാ നീറ്റാണ്. അതുപോലെ തന്നെ എഞ്ചിൻ റൂമിൽ ഒരു ചെറിയ നേരിയ തോതിൽ പോലും ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കറക്റ്റ് സർവീസും കാര്യങ്ങളെല്ലാം പക്കയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ആ ഒരു നെട്ടും ബോൾട്ടിൻ്റെയും ക്വാളിറ്റി അടക്കം ഇതിനകത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു തരത്തിലും എനിക്ക് ഒന്നും പറയാനില്ല. അത്രയും ഒരു ക്വാളിറ്റിയിലാണ്. ഒരു തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിനകത്തില്ല. പാച്ചാണെങ്കിൽ ശരി, എപ്പോഴും ഒരു വണ്ടിയുടെ എഞ്ചിൻ റൂം തുറക്കുമ്പോഴാണ് അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുക. അത് എത്രത്തോളം നീറ്റാണോ ആ നീറ്റ്നെസ് നമുക്ക് വണ്ടിയുടെ ബോഡിയിൽ കംപ്ലീറ്റ് ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെ പറയാനില്ല. അത്രയും നീറ്റായിട്ടാണ് നമ്മുടെ സൈലൻസറിൻ്റെ കവറ് ഇതൊക്കെ ഇത്രയും വർഷങ്ങളായിട്ടും വണ്ടി ഇത്രയും നീറ്റ്നെസ്സിൽ അവർ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ ലെവൽ. അവർക്ക് നമുക്ക് ശരിക്കൊരു എന്താ പറയുക, അത്രയും അപ്രിഷ്യേറ്റ് ചെയ്യണം. അത് അത്രയും നീറ്റായിട്ടാണ് വണ്ടി കൊണ്ടുവച്ചിരിക്കുന്നത്. ഞാൻ തന്നെ കണ്ടിട്ട് വണ്ടി നീട്ടി. പക്ഷേ ഇങ്ങനെയുള്ള വണ്ടികളൊന്നും നമുക്ക് കിട്ടാനില്ല. ഇത് വണ്ടി ഇതിന് തൃശ്ശൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. തൃശ്ശൂരിൽ തന്നെയാണ് ഈ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നതും. എന്നിട്ട് ഇത്ര കംപ്ലൈൻറ്റ് കൊണ്ട് നമ്മുടെ അടുത്ത് കൊണ്ടുവന്നാണ്. നമ്മളത് പക്ക ക്ലിയർ ആക്കിയിട്ടുണ്ട്. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടി നീറ്റാണ്. സസ്പെൻഷൻ ഭാഗമാണ് ശരി, എല്ലാ ഭാഗം കൊണ്ടും പക്ക നീറ്റാണ്. ഈ ഒരു പ്രശ്നം മാത്രം ഉണ്ടായിരുന്നു. അവർ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഡിലേ എന്തിനു വേണ്ടിയാണ് ആ പമ്പ് അഴിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നവും കാര്യങ്ങളും ഉണ്ടായത്. പിന്നെ നമ്മളത് പക്ക നീറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്റ്റാർട്ടിങ്ങിനാണെങ്കിലും ശരി, എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ബോണറ്റായാലും ശരി, ഡോറുകളായാലും ശരി, അടയ്ക്കുമ്പോഴൊക്കെ ഉള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, വല്ലാത്തൊരു ഫീലാണ് ഉണ്ടല്ലേ.
ബോണറ്റും അതുപോലെ ഡിക്കി എല്ലാ ഡോറും ആ ഒരു ജെന്യൂനിറ്റി ഈ വണ്ടിയിൽ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത്രയൊരു ഒരു നമ്മൾ തൊട്ടടയുന്നൊരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ക ഒന്നും പറയാനില്ല, വണ്ടി അത്രയും നീറ്റ് നമ്മൾ അതുപോലെ തന്നെ കെയർ ചെയ്ത് ഓരോരോ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞ പോലെ 2-3 കാര്യമാണ് പറഞ്ഞ ആ കാര്യം നമ്മൾ പക്ക ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ പെയിൻറ്റിങ്ങിൻ്റെ മാത്രം ചെറിയൊരു ഇഷ്യൂ ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നു വണ്ടി വരുമ്പോൾ. എന്താ വെച്ചാൽ പെയിൻറ്റ് എല്ലാ ഭാഗത്തും നമ്മൾ പെയിൻറ്റ് ഇങ്ങനെ തൂളിച്ചു വിട്ടില്ലേ, കാറ്റടിച്ചിട്ട് ആ ഒരു രീതിക്കാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കണ്ടില്ലേ, അരക്രാങ്ക്, ഒരു ചുറ്റല്ല അരച്ചുറ്റിലാണ് വണ്ടി സ്റ്റാർട്ടാവുന്നത് ഇപ്പോൾ. അയ്യോ കണ്ടോ, ഒറ്റ ചുറ്റിൽ നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ ഓൺ ആക്കുന്നു ഓഫ് ആക്കുന്നു, അത്ര തന്നെ. ആ ഒറ്റ ചുറ്റിലാണ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇത് 3-4 ചുറ്റും 1 മണിക്കൂർ വണ്ടി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു ലോങ് ക്രാങ്കിങ്ങിലാണ് വണ്ടി സ്റ്റാർട്ടാവുക. ഇതിപ്പോൾ ഇനിയിപ്പോൾ എത്ര ദിവസം ഇട്ടാലും കുഴപ്പമില്ല, പക്കയായിട്ട് തന്നെ സ്റ്റാർട്ടാകുന്നുണ്ട്. എല്ലാ ഭാഗവും നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തു, എല്ലാം ഓക്കെ തന്നെയാണ്. കസ്റ്റമർ വന്നിട്ടുണ്ട് വണ്ടി എടുക്കാനായിട്ട്, അവർക്കും എല്ലാം കൊണ്ട് ഓക്കെ തന്നെയാണ്. വണ്ടി പണിതായിക്കോട്ടെ, ബാക്കിയല്ല നമുക്ക് കസ്റ്റമറുടെ അടുത്ത് തന്നെ ഒന്ന് ചോദിക്കാം. ആൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആളുടെ അടുത്ത് തന്നെ ഒന്ന് ചോദിക്കാം എന്താണെന്നുള്ളത്. മെയിനായിട്ട് അതുപോലെ തന്നെ ആ എഞ്ചിൻ്റെ ട്യൂണിങ് ഉണ്ടല്ലോ, പക്കയാണ്, കേൾക്കാൻ തന്നെ ഒരു നല്ല രസം. ഞാൻ ഇത്രത്തോളം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെ കൗതുകമായി വണ്ടി കണ്ടിട്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ 15 ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് വണ്ടി. പക്ഷേ ഏകദേശം ഒരു 30 ദിവസത്തോളമായി, 1 മാസത്തോളം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു വണ്ടി. കസ്റ്റമറുടെ ആവശ്യപ്രകാരം എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോഴും ആ ഒരു നീറ്റ്നെസ്സും സൗണ്ടും എല്ലാം പക്കാ സോൾവ് ആയിട്ട്. ഇനിയിപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്തൊന്ന് ഓടിപ്പിക്കണം വണ്ടി എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം. എന്നിട്ട് കസ്റ്റമർ വന്ന് നമ്മുടെ ഗ്യാരേജൊക്കെ കണ്ട് വണ്ടി കാണിച്ച് തന്നിട്ട് പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് റിട്ടേൺ പിന്നെയും കൊണ്ടുവന്ന് വിട്ടത്. ഫസ്റ്റ് ആദ്യം ഒന്ന് കാണിക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ പമ്പിൻ്റെയാണ്, നമുക്ക് അഡ്വാൻസ് ചെയ്ത് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കത് പമ്പിൻ്റെ കാര്യം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മളത് പറഞ്ഞപ്പോൾ സാർ അന്ന് ദിവസം വിടാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വണ്ടി കൊണ്ടുപോയിട്ട് പിറ്റത്തെ ആഴ്ചയൊക്കെ ആയിട്ടാണ് വണ്ടി കൊണ്ടുവന്നിട്ടത്. ഏകദേശം ഒരു 15 ദിവസത്തിനുള്ളിൽ പറഞ്ഞു. ഞാൻ നമ്മളെ കോളേജിൻ്റെ വർക്ക് എപ്പോഴും പറഞ്ഞ ഡേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അത് 100% അതങ്ങനെയാണ്, അത് ഒരു തരത്തിൽ നമുക്കത് പറ്റണില്ല. ഏകദേശം ഒരു മാസവും 10-35 ദിവസമായി വണ്ടി കംപ്ലീറ്റും പക്ക ഓക്കെ. ഇന്റീരിയലാണെന്നുണ്ടെങ്കിലും ഒന്നും പറയാനില്ല, പക്കയാണ്, നീറ്റ്, ഒരു തരി പൊടി പോലും ഇതിനകത്ത് ഇല്ല. പരമാവധി നമ്മൾ അതേപോലെ തന്നെ തിരിച്ച് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്തും കൂടെ നമുക്കൊന്ന് ചോദിക്കാം. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നമാണ് മെയിനായിട്ടുണ്ടായിരുന്ന പ്രശ്നം. അതിൽ നമുക്ക് ഈ പമ്പ് റിപ്പയർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പമ്പ് റിപ്പയർ ചെയ്തിട്ടുണ്ട്. കോളേജിന് എപ്പോഴും പമ്പിൻ്റെ റിപ്പയറിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല, അവസാന ഘട്ടം നമുക്കത് നോക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ പമ്പിൻ്റെ സീൽ കിറ്റും കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഫ്രണ്ടിൽ വരുന്ന ആ ഡീസലിൻ്റെ സീല് പോയിട്ട് ലീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഈ ഡ്രോപ്പ് ആകുമ്പോൾ ഈ കംപ്ലയിൻറ്റ് വന്നത്. നമ്മൾ ആ പമ്പിൽ തന്നെ കുറച്ച് പണികൾ ചെയ്ത് നോക്കി, പക്ഷേങ്കിൽ അത് സെറ്റായില്ല. പിന്നെ നമ്മളിപ്പോൾ യൂസർ ഒരു പമ്പിട്ട് അതിനകത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ലീക്ക് കൊണ്ട് പ്രഷർ ഇറങ്ങിയത് കൊണ്ടാണ് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം അതിനകത്ത് വന്നത് തന്നെ. ഇപ്പോൾ ആ കംപ്ലയിൻറ്റ് കംപ്ലീറ്റും സോൾവ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പണി കഴിഞ്ഞ് കസ്റ്റമർ വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന്. ചേട്ടാ, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഓണർ. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം, നമുക്ക് വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സ്മൂത്ത് ആണോ വണ്ടി? പുള്ളിങ്ങും കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ വിചാരിച്ച പോലെ ആയിട്ടുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. ഇതിപ്പോൾ ചേട്ടൻ പണിയുന്നതും തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ ഭാഗം ആ ഒരു ഉദ്ദേശമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ റൂമിലടക്കം ഒരു തരി പൊടി പോലും ഉണ്ടായിരുന്നില്ല ഞാൻ വരുമ്പോൾ. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ തിരിച്ച് കൊടുക്കുമ്പോൾ ആ പൊടിയില്ലാതെ എങ്ങനെയാണ് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് സത്യമായിട്ടോ മാക്സിമം ഞാൻ വാഷ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് കെയർ ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി എഞ്ചിൻ റൂം തുറന്നാലും അതിൻ്റേതായ നീറ്റ്നെസ്സിൽ ഞാൻ വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു തരി പോലും അതിനകത്ത് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത്രയും വൃത്തിയായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസം ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് ഒന്നുകൂടെ വിളിച്ച് ചോദിക്കാം എന്താ അഭിപ്രായം എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ റിവ്യൂവും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.